നോർവേയിലെ ബെർഗൻ എന്ന ചരിത്ര നഗരത്തിൽ ഞാൻ സഞ്ചാരം തുടരുകയാണ്. ബെർഗന്റെ തന്നെ ഏറ്റവും പുരാതന ഭാഗമായ ബ്രിഗനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഉൾക്കടൽ തീരത്ത് പുരാതന മന്ദിരങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഒരിടമാണ് ബ്രിഗൻ. പഴയകാലത്തിന്റെ പ്രൗഢിയും പാരമ്പര്യവും അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ കാണുന്നതെല്ലാം. ഈ കെട്ടിടങ്ങൾക്കുള്ളിലൂടെ തെരുവുകൾ കടന്നു പോകുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കാണ് എത്തിയിരിക്കുന്നതെന്ന് തോന്നും. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശമാണിത്. ചുവപ്പും വെള്ളയും തവിട്ടും നിറമാർന്ന കെട്ടിടങ്ങൾ നിരന്നു നിൽക്കുന്നത് കാണാൻ തന്നെയുണ്ട് ഒരു ചന്തം. ഒരു കാലത്ത് ബെർഗൻ നഗരത്തിലെ വാണിജ്യ സാമ്പത്തിക കേന്ദ്രമായിരുന്നു ഇവിടം. അന്നത്തെ കെട്ടിടങ്ങളെല്ലാം യുനെസ്കോയുടെ മേൽനോട്ടത്തിൽ ഇന്നും സംരക്ഷിച്ച് നിലനിർത്തിയിരിക്കുകയാണ്. മരക്കെട്ടിടങ്ങൾക്ക് മുന്നിൽ മേശകളും കസേരകളും നിരന്നുകിടക്കുന്ന ബിയർ ഗാർഡനുകൾ. മധ്യകാല ബ്രിഗനിലേക്ക് നടന്നെത്തി സായന്തനത്തിൽ പട്ടണക്കാഴ്ചയിൽ മുഴുകി വൈനോ ബീറോ നുകർന്നിരിക്കാവുന്ന ഒരിടം. പലതും ഓപ്പൺ ബാറുകൾ തന്നെയാണ്. സന്ധ്യയാവുന്നതോടെ ധാരാളം സഞ്ചാരികൾ ഇവിടെയൊക്കെ വന്നു നിറയും. ഇത്തരത്തിലുള്ള 62 മരക്കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംരക്ഷിച്ചു നിലനിർത്തിയിരിക്കുന്നത്. ആ കെട്ടിടങ്ങൾക്കുള്ളിലൂടെയൊന്ന് നടക്കാൻ ഞാൻ തീരുമാനിച്ചു. അകത്തേക്ക് കയറുമ്പോൾ പൂർണ്ണമായും തടികൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇവയോരോന്നുമെന്ന് മനസ്സിലാവുന്നു. പല നിലകളുള്ള കെട്ടിടങ്ങൾ. വടക്കൻ യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖ പട്ടണങ്ങളിലൊന്നാണ് ബെർഗൻ. ഹാൻസീറ്റിക് ലീഗ് എന്നറിയപ്പെട്ടിരുന്ന വ്യാപാരി ഗിൽഡിന്റെ സുപ്രധാന കേന്ദ്രമെന്ന നിലയിലാണ് 1350കളിൽ ഈ മരക്കെട്ടിടങ്ങൾ ഇവിടെ ഉയർന്നു തുടങ്ങിയത്. ജർമ്മൻ വ്യാപാരികളായിരുന്നു ഹാൻസീറ്റിക് ലീഗിൽ ഉണ്ടായിരുന്നത്. ബ്രിഗനിലെ കച്ചവടത്തിന് നോർവേയുടെ രാജാവിൽ നിന്നും പ്രത്യേക അധികാര അവകാശങ്ങൾ അവർ നേടിയെടുത്തിരുന്നു. അങ്ങനെയാണ് ഇത്രയേറെ മരക്കെട്ടിടങ്ങളും മറ്റും ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. 14 മുതൽ 16 വരെ നൂറ്റാണ്ടുകൾക്കിടയിൽ ബ്രിഗനിൽ നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ അതേ രൂപത്തിലാണ് ഇതെല്ലാം ഇന്നും നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ അക്കാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ വിരലിൽ എണ്ണാവുന്നവ മാത്രമേ ഇന്നുള്ളൂ. മറ്റുള്ളവയെല്ലാം 19ാം നൂറ്റാണ്ടിലും 1950കളിലും പുനർനിർമ്മിച്ചവയാണ്. കെട്ടിടങ്ങളുടെ താഴത്തെ നിലയിൽ കച്ചവട സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഉണക്കമത്സ്യം സൂക്ഷിച്ചിരുന്ന ഗോഡൌണുകളും. ഇപ്പോൾ ഇവയിൽ പലതിലും സുവനീർ ഷോപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഞായറാഴ്ചയായതിനാലാവാം അവയൊക്കെ അടഞ്ഞുകിടക്കുകയാണ്. നൂറ്റാണ്ടുകളോളം ഇതായിരുന്നു ബെർഗന്റെ വാണിജ്യ കേന്ദ്രം. കെട്ടിടങ്ങളുടെ തറയിൽ മാത്രമല്ല, തെരുവിലെല്ലാം മരപ്പലക പാകിയിരിക്കുകയാണ്. അതിശൈത്യത്തിന്റെ നാളുകളിൽ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത്. നീളൻ കെട്ടിടങ്ങളുടെ മച്ചും ഭിത്തിയും നിലവുമെല്ലാം മരം കൊണ്ടുള്ളത് തന്നെ. മഴുകൊണ്ട് ചെത്തിയൊരുക്കിയ മരത്തുലാങ്ങൾ ഉപയോഗിച്ച് പരുക്കൻ മട്ടിലൊരു നിർമ്മാണം. മിക്ക കെട്ടിടങ്ങളിലും ഇങ്ങനെയൊരു സംവിധാനം കാണാം. പല നിലകളിലേക്ക് ചരക്കുയർത്താനുള്ള വിഞ്ചുകളാണത്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ ഉപയോഗിച്ചു വന്ന സംവിധാനം. പലതവണ അഗ്നി ഈ പട്ടണഭാഗത്തെ തുടച്ചു നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പലതും ഇന്ന് ലേസ് വർക്ക് ചെയ്ത തുണികളുടെ വിൽപ്പന കേന്ദ്രങ്ങളാണ്. ഞായറാഴ്ചയായതിനാലാവാം അതെല്ലാം അടഞ്ഞുകിടക്കുന്നു. വലിയ വിലയാണ് ഇവിടങ്ങളിലൊക്കെ വിൽപ്പനയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾക്ക്. 14ാം നൂറ്റാണ്ട് മുതൽ തന്നെ ലേസ് വർക്ക്, തുകൽ ചെരുപ്പ് നിർമ്മാണം, കൊമ്പുകൊണ്ടുള്ള ചീപ്പ് നിർമ്മാണം എന്നിവയ്ക്ക് പേരുകേട്ട പട്ടണമായിരുന്നു ബെർഗൻ. ബെർഗൻ പട്ടണത്തിലെ ഒരു ഡിസ്ട്രിക്റ്റാണ് പുരാതന കെട്ടിടങ്ങൾ ഏറെയുള്ള ബ്രിഗൻ. 1360ൽ ഹാൻസീറ്റിക് ലീഗ് ഇവിടെ ഒരു കാര്യാലയം സ്ഥാപിച്ചതോടെയാണ് ബ്രിഗൻ ഒരു മാർക്കറ്റ് തെരുവായി വളർന്നത്. അതിനും 200 വർഷം മുൻപ് തന്നെ ബെർഗൻ തുറമുഖ പട്ടണമായിരുന്നു. ഹാൻസീറ്റിക് ലീഗ് ഉൾക്കടലിന് അഭിമുഖമായ ഭാഗത്തെ കെട്ടിടങ്ങൾ പലതും സ്വന്തമാക്കി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉത്തരധ്രുവത്തോട് ചേർന്നുള്ള ഒരു വാണിജ്യ പട്ടണം എങ്ങനെയായിരുന്നു എന്നതിന് തെളിവാണ് ഇത്. കല്ല് പതിച്ച ചെറിയൊരു സ്ക്വയറിലേക്കാണ് നടന്നെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കല്ലുകൊണ്ട് പടുത്ത് വെള്ളച്ചായം പൂശിയ അപൂർവം കെട്ടിടങ്ങളും ഇവിടെയുണ്ട്. ഇതൊരു കിണറാണ്.
ബ്രിഗൻ പട്ടണത്തിന് ആവശ്യമായ കുടിവെള്ളം ലഭ്യമായിരുന്ന ഒരു ചതുരക്കിണർ അതിപ്പോൾ ഗ്രില്ലിട്ട് മൂടിവെച്ചിരിക്കുകയാണ്. കടലിനോടടുത്ത പ്രദേശമാണെങ്കിലും ഈ കിണറിൽ നിന്ന് ശുദ്ധജലമാണ് ലഭിച്ചിരുന്നത്. നേരത്തെ നിരനിരയായി കണ്ട മരക്കെട്ടിടങ്ങളുടെ പിൻഭാഗമാണ് ഇത്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയതിനാൽ ഇവിടമൊക്കെ ഏറ്റവും വൃത്തിയായും സൂക്ഷ്മതയോടെയും പരിപാലിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങിങ്ങ് ചില റെസ്റ്റോറന്റുകൾ. സാധാരണയായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഞായറാഴ്ചയാണ് ഏറ്റവും അധികം കടകൾ തുറന്നിരിക്കുന്നതായി കാണുക. എന്നാൽ ഇവിടെ ഞായറാഴ്ചകളിൽ സുവനീർ ഷോപ്പുകളും റെസ്റ്റോറന്റുകളും മിക്കതും അടഞ്ഞുകിടക്കുന്നു. 1702 ബ്രിഗനിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായിരുന്നു. 14-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന മരക്കെട്ടിടങ്ങളിൽ മിക്കതും അന്ന് കത്തിനശിച്ചു. തുടർന്ന് ആ വർഷം തന്നെ നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളും അന്ന് രൂപകൽപ്പന ചെയ്ത തെരുവുകളും ചത്തുരങ്ങളുമെല്ലാമാണ് ഇന്നിവിടെ കാണുന്നത്. ടൂർ ഗൈഡുകളെയും ടൂറിസ്റ്റുകളെയും ഇടുങ്ങിയ തെരുവുകളിൽ എവിടെയും കാണാം. ഇത്തരത്തിലുള്ളതാണ് മരക്കെട്ടിടങ്ങളുടെ താഴെ ഭാഗം. മുകളിലെ നിലകളിലെല്ലാം വലിയ വാതിലുകൾ കാണാം. എല്ലാ കെട്ടിടങ്ങളിലും മുകൾ നിലയിൽ വിഞ്ച് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. തെരുവുകളാകട്ടെ ഇങ്ങനെ മരപ്പലക പാകി സുന്ദരമാക്കിയിരിക്കുന്നു. ഇടുങ്ങിയ തെരുവുകളാണ്. അതിൻ്റെ ഇരുവശത്തും മരക്കെട്ടിടങ്ങൾ. തെരുവിൽ മിക്കയിടത്തും മഴയും മഞ്ഞുമേൽക്കാതെ നടക്കാവുന്ന വിധം കെട്ടിട വരാന്ത വഴിയാക്കി മാറ്റിയിരിക്കുന്നു. ചില കെട്ടിടങ്ങളിൽ തുറന്നിരിക്കുന്ന ചില കടകൾ കാണാം. ഞായറാഴ്ച ഒഴികെയുള്ള ദിനങ്ങളിൽ എല്ലാ കടകളും ഇങ്ങനെ തുറന്നിരിക്കും. ഇവിടമെല്ലാം പല രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വണിക്കുകളുടെ ബഹളത്തിൽ മുങ്ങിയിരുന്ന ഒരു കാലമുണ്ട്. കപ്പലിൽ വന്നിറങ്ങിയ ചരക്കുകൾ അടിമകൾ ചുമലിലേറ്റി പാണ്ഡികശാലയിലേക്കും ഇവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ കപ്പലിലേക്കും കൊണ്ടുപോയിരുന്ന ഒരു കാലം. 2-ാം ലോകമഹായുദ്ധകാലത്ത് ബോംബ് വീണ് ബ്രിഗനിലെ പല കെട്ടിടങ്ങളുടെയും മേൽക്കൂര തകർന്നിരുന്നു. 1950കളിലാണ് അവ പുനർനിർമ്മിച്ചത്. ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ പടരുന്ന തീ വളരെ പെട്ടെന്ന് തന്നെ പട്ടണത്തെ ഒന്നാകെ ചുട്ടരിക്കുന്നതായിരുന്നു 15-16 നൂറ്റാണ്ടുകളിൽ ബ്രിഗനിലെ പതിവ്. ഓരോ തീപിടുത്തവും വ്യാപാരികൾക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് മരക്കെട്ടിടങ്ങൾക്കിടയിൽ ചെറിയ കൽക്കെട്ടിടങ്ങൾ ഉണ്ടാക്കി വിലപിടിപ്പുള്ള സാധനങ്ങൾ അതിൽ സൂക്ഷിക്കുന്നതായിരുന്നു 17-ാം നൂറ്റാണ്ട് മുതലുള്ള പതിവ്. മരക്കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും ഞാൻ വീണ്ടും ബ്രിഗന്റെ പ്രധാന തെരുവിലേക്ക് ഇറങ്ങി. സ്ലോട്ട്സ് ഗ്യാറ്റൻ തെരുവാണിത്. ഇടതുവശത്ത് കൂർത്ത മേൽക്കൂരയോട് കൂടിയ മരക്കെട്ടിടങ്ങളുടെ നിര. അതിനുള്ളിലെ ഇടുങ്ങിയ തെരുവുകളിലൂടെയാണ് ഇത്ര നേരം ഞാൻ നടന്നത്. അവിടെ തെരുവുകളും ഇടത്തെരുവുകളും ഉണ്ടെന്ന കാര്യം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ചില പൊത്തുകൾ കാണാം. അതാണ് തെരുവുകളുടെ തുടക്കം. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയതിനാൽ പുതിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടെ അനുവദിക്കുകയില്ല. ഇത്തരത്തിലുള്ളതാണ് ഇടത്തെരുവുകൾ. പഴയ കെട്ടിടങ്ങൾ തന്നെയാണ്. പ്രാവുകൾക്കും അങ്ങാടിക്കുരുവികൾക്കും തീറ്റ കൊടുക്കുകയാണ് ഇവിടെ ഒരാൾ. പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ജനതയെയാണ് ഇവിടെയെല്ലാം കാണാനാവുന്നത്. ബ്രിഗനിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലാണ് ഇക്കാണുന്നത്. ബ്രിഗന്റെ മധ്യകാല പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടാണ് ഹോട്ടൽ കെട്ടിടം പോലും നിർമ്മിച്ചിരിക്കുന്നത്. ക്ലാരിയോൺ കളക്ഷൻ ഹോട്ടലാണ് ഇത്. ബെർഗനിലെ പ്രമുഖവും പുരാതനവുമായ ഒരു ദേവാലയത്തിന് മുന്നിലേക്കാണ് ഇപ്പോൾ ഞാൻ നടന്നെത്തിയിരിക്കുന്നത്. സെന്റ് മേരീസ് ദേവാലയം. ബ്രിഗൻ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ഈ ദേവാലയവും. ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയാണ്. അതിലൊന്ന് കയറാമെന്ന് തീരുമാനിച്ചു. സെന്റ് മേരീസ് പള്ളിയിൽ മനോഹരമായ ചില ചിത്രങ്ങളും ശില്പങ്ങളുമുണ്ടെന്ന് ഇൻഫർമേഷൻ സെന്ററിൽ നിന്നും അറിഞ്ഞിരുന്നു. പള്ളിയിൽ നിന്നും മണിനാദം കേൾക്കുന്നു. ഞായറാഴ്ച ആയതിനാലാവാം പള്ളിയിൽ ആളനക്കമുള്ളത്. ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച പുരാതനമായ ദേവാലയം. അതിനകത്തേക്ക് കടന്നു. ഉൾഭാഗം നന്നായി ചൂടാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്തു കയറുമ്പോൾ ഒരു സുഖമുണ്ട്. തെരുവിൽ കൊടും തണുപ്പാണല്ലോ. 1130 മുതലുള്ള 10 വർഷം കൊണ്ട് നിർമ്മിതമായ ദേവാലയമാണ് ഇതെന്നാണ് ചരിത്രം.
ഇവിടുത്തെ വർണ്ണാഭവും കൊത്തുപണികളാൽ അലങ്കൃതവുമായ ഈ ആൾട്ടർ പീസ് പ്രശസ്തമാണ്. 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായതാണിത്. അക്കാലത്ത് ബെർഗനിലെ ജർമ്മൻ വ്യാപാരികളുടെ പാരീഷ് ചർച്ചായിരുന്നു ഇത്. അവരാണ് ദേവാലയത്തിന് ഈ ആൾട്ടർ പീസ് സംഭാവന ചെയ്തത്. പൊതുവെ ലളിതമായൊരു നിർമ്മിതിയാണ് സെന്റ് മേരീസ് ചർച്ച്. 18-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ദേവാലയം ആകെ ഒന്ന് പുനരുദ്ധരിച്ചിരുന്നു. അക്കാലത്താണ് അകത്തളം ഈ വിധം സജ്ജീകരിക്കപ്പെടുന്നത്. ഡെൻമാർക്കിലെ സ്കാനിയയിലുള്ള ലുണ്ട് കത്തീഡ്രലിന്റെ അതേ രൂപമാണ് ഈ പള്ളിക്കെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നിർമ്മിക്കുന്നതിനായി രാജാവ് സ്കാനിയയിൽ നിന്നാണ് ശില്പികളെ വരുത്തിയത് എന്നതാണ് അതിന് കാരണം. ബെർഗന്റെ പൂർവികരെ സംസ്കരിച്ചിരിക്കുന്ന കല്ലറകൾക്കരികിലൂടെ ഞാൻ പള്ളിയിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ്. മരത്തണലിലും മറ്റുമായി കുറെ കുഴിമാടങ്ങൾ. അതിനുമേലെ ഉരുക്കുപാളികളിൽ മരിച്ചവരുടെ പേരും കുടുംബവും ജീവിതകാലവുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കൻ 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വീണ്ടും സ്ലോട്സ് ഗ്യാറ്റൺ തെരുവിലേക്കെത്തി. ഈ തെരുവിലൂടെ മുന്നോട്ട് നടന്നാൽ ഇനിയും ധാരാളം ചരിത്ര കാഴ്ചകളിലേക്കെത്താം. അതിനു മുൻപ് ഒരിക്കൽ കൂടി ഉൾക്കടൽ തീരത്തേക്ക്. തെരുവിന്റെ അങ്ങേയറ്റത്തു നിന്നുമാണ് ഞാൻ നടത്തം തുടങ്ങിയത്. ഇവിടെ പഴയൊരു പായ്ക്കപ്പൽ കിടപ്പുണ്ട്. സ്റ്റാഡ്സ്റാഡ് ലേംകൂൾ. 3 പായ്മരങ്ങളോട് കൂടിയ സാമാന്യം വലിയ പായ്ക്കപ്പൽ തന്നെയാണ്. സ്റ്റാഡ്സ്റാഡ് ലെംകൂൾ ഫൗണ്ടേഷന്റെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പൽ ഇപ്പോൾ പായ്ക്കപ്പൽ കടലിൽ നിയന്ത്രിക്കുന്നതിനുള്ള പരിശീലനത്തിനും ടൂറിസത്തിനും വേണ്ടിയെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. വലിയ ചരിത്രമുള്ള കപ്പലാണിത്. 1914 ജർമ്മൻ മെർച്ചന്റ് മറീൻ പരിശീലന കപ്പലായാണ് ഇത് നിർമ്മിക്കുന്നത്. 1-ാം ലോകമഹായുദ്ധകാലത്ത് കപ്പൽ ബ്രിട്ടൻ പിടിച്ചെടുത്തു. പിന്നീട് 1921 ബെർഗനിൽ നിന്നുള്ള നോർവീജിയൻ മന്ത്രി ക്രിസ്റ്റഫർ ലെംകൂളിന് ബ്രിട്ടൻ ഈ കപ്പൽ സമ്മാനിച്ചു. പക്ഷേ 2-ാം ലോകമഹായുദ്ധം വന്നപ്പോൾ തങ്ങളുടെ പഴയ സ്വത്തായ കപ്പൽ ജർമ്മനി പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് 1978 ഇത് ബെർഗനിലെ ലേംകൂൾ ഫൗണ്ടേഷന് സംഭാവനയായി ലഭിച്ചത്. ഉൾക്കടലിലൂടെ ഫെറി ബോട്ടുകൾ നീങ്ങി വരുന്നത് കാണാം. ഡബിൾ ഹള്ളുള്ള ബോട്ടുകൾ. 50,000-ത്തിലധികം ദ്വീപുകളുണ്ട് നോർവേയ്ക്ക്. ഉൾക്കടലിന്റെയും കടലിന്റെയും തീരദൈർഘ്യമാകട്ടെ 83,000 കിലോമീറ്റർ വരും. അവിടെയൊക്കെ ബന്ധപ്പെടുത്തിയുള്ള ഗതാഗതത്തിന് പ്രധാനമായും വലിയ ബോട്ടുകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. പല ദ്വീപുകളിലേക്കും ബോട്ടുകൾ പുറപ്പെടുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ബെർഗൻ. ജലഗതാഗതത്തിന്റെ ഒരു ഹബ്. നടത്തം തുടർന്നപ്പോൾ എത്തിയിരിക്കുന്നത് ബെർഗൻ ഹൂസ് എന്ന കാസിലിനടുത്തേക്കാണ്. കോട്ടയുടെ ഒരറ്റത്തെ റോസൻ ക്രാൻസ് എന്ന ടവറാണ് ഇക്കാണുന്നത്. നോർവേയിൽ ഇന്നുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നതും നല്ല രീതിയിൽ നിലനിൽക്കുന്നതുമായ കോട്ടയെന്ന പ്രത്യേകതയും ബെർഗൻ ഹൂസിനുണ്ട്. ഇടതുവശത്തുള്ള വെളുത്ത കെട്ടിടം സൈനിക കമാൻഡന്റിന്റെ വാസഗേഹമായിരുന്നു. ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സാണ് ബെർഗൻ ഹൂസ് കാസിൽ. 1240-കളിലാണ് ഇതിന്റെ ചരിത്രം തുടങ്ങുന്നത്. ഇതാണ് കോട്ടയിലേക്കുള്ള പ്രധാന കവാടം. അധികം ആളുകളെയൊന്നും കാണുന്നില്ല. ഏതായാലും കോട്ടയ്ക്കകത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഇന്ന് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ പ്രവേശനമുണ്ടോ എന്നറിയില്ല. എങ്കിലും നടക്കുകയാണ്. 13-ാം നൂറ്റാണ്ടിൽ നോർവേ രാജാവിന്റെ വാസസ്ഥാനമായിരുന്നു ബെർഗൻ ഹൂസ് കാസിൽ. 1299 വരെയും നോർവേയുടെ തലസ്ഥാനമായിരുന്നല്ലോ ബെർഗൻ. അക്കാലത്ത് ഏതാനും രാജകീയ ആരാധനാലയങ്ങളും ഒരു ഡൊമിനിക്കൻ മൊണാസ്ട്രിയും ഇവിടെ ഉണ്ടായിരുന്നു. പ്രധാന കവാടത്തിലൂടെയുള്ള വഴി ഒരു പരേഡ് ഗ്രൗണ്ടിലാണ് അവസാനിക്കുന്നത്. മധ്യകാലത്ത് നോർവേയുടെ ശക്തമായൊരു സൈനിക ദളം ഈ കോട്ടയിലുണ്ടായിരുന്നു. കമാനത്തിന്റെ ഇടതുവശത്ത് കാണുന്ന കൽമന്ദിരം ഹാക്കോൺ സൺസ് ഗേറ്റ് ഹൗസ് എന്നറിയപ്പെടുന്നു. ബെർഗൻ ആസ്ഥാനമാക്കി നോർവേ ഭരിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭനായ രാജാവായിരുന്നു ഹാക്കോൺ സൺ. ഗേറ്റ് ഹൗസിന് സമീപത്തെ കമാനം കടന്നെത്തുന്നത് മറ്റൊരു വലിയ മുറ്റത്തേക്കാണ്.
പാലസ് കോർട്ട്യാർഡ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഈ മുറ്റത്തിനു ചുറ്റുമായാണ് കാസിലിലെ പ്രമുഖ കെട്ടിടങ്ങളെല്ലാം. ഈ കാണുന്ന ഇരുനില മന്ദിരം സ്റ്റേബിൾ ബിൽഡിംഗ് ആണ്. അതിനപ്പുറമുള്ള കല്ലുപടുത്തുണ്ടാക്കിയ കെട്ടിടം ഹാക്കോൺസൺസ് ഹാൾ എന്നറിയപ്പെടുന്നു. ഹാക്കോൺസൺ രാജാവിന്റെ കാലത്ത് 13-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് നിർമ്മിച്ചതാണത്. പല കാലഘട്ടങ്ങളിലായി ബെർഗൻഹൂസ് കാസിലിൽ വിവിധ കെട്ടിടങ്ങൾ ഉയർന്നിട്ടുണ്ട്. 2-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ ആക്രമണത്തിൽ ഇതിലെ പല കെട്ടിടങ്ങളും തകർന്നിരുന്നു. യുദ്ധാനന്തരം അവയെല്ലാം പുനർനിർമ്മിക്കുകയാണുണ്ടായത്. രാജകീയ ആഘോഷങ്ങളുടെയും സൈനികമായ ചടങ്ങുകളുടെയും ഒരു വേദിയായിരുന്നു ഈ മുറ്റവും അതിന്റെ അതിരിലെ ഹാക്കോൺസ് ഹാളും. രാജാവും സൈന്യാധിപനും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരുമെല്ലാം 13-ാം നൂറ്റാണ്ടിൽ ഈ കോട്ടയ്ക്കകത്ത് തന്നെയാണ് വസിച്ചിരുന്നത്. നേരെ മുന്നിൽ കാണുന്ന ഈ കെട്ടിടം റെസിഡൻസ് ഓഫ് ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നു. അതിനടുത്ത് വലതുവശത്തുള്ളത് കമാൻഡന്റിന്റെ വാസസ്ഥാനമായിരുന്നു. 1261 സെപ്റ്റംബർ 11 മാഗ്നസ് ഹാക്കോൺസൺ എന്ന രാജകുമാരനും ഡെൻമാർക്കിലെ രാജകുമാരിയായിരുന്ന ഇൻകെ ബ്യോർഗ് എറിക്സ് ഡേറ്ററും തമ്മിലുള്ള വിവാഹം നടന്നത് ഹാക്കോൺസൺ ഹാളിൽ വച്ചായിരുന്നുവെന്ന് ചരിത്ര രേഖകളുണ്ട്. 1429 വിക്ചൽ ബ്രദേഴ്സ് എന്ന കടൽ കൊള്ള സംഘം ഈ കോട്ട പിടിച്ചെടുത്തിരുന്നു. കെട്ടിടങ്ങളെല്ലാം കൊള്ളയടിച്ച ശേഷം അവയ്ക്ക് തീവച്ചാണ് അവർ ഇവിടെ നിന്നും മടങ്ങിയത്. 12-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ ഹാക്കോൺസൺ രാജാവ് അത് പുതുക്കിപ്പണിയുകയും ശക്തമായ ചുറ്റുമതിലുണ്ടാക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രം. ഇംഗ്ലണ്ടിലെ ഹെൻറി 3-ാമൻ രാജാവിന്റെ കൊട്ടാരം ശില്പികളാണ് ഈ കോട്ടയുടെയും അതിലെ മന്ദിരങ്ങളുടെയും നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. 16-ാം നൂറ്റാണ്ടിൽ നോർവേ ഡെൻമാർക്കിന്റെ ഭരണത്തിലായ കാലത്ത് ഡാനിഷ് സൈന്യത്തിന്റെ താവളമായിരുന്നു ഇവിടം. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഈ കോട്ടയിൽ നിന്നും അതിലെ കെട്ടിടങ്ങളിൽ നിന്നും ആളുകളെല്ലാം ഒഴിഞ്ഞുപോയി. ആരും പ്രവേശിക്കാതെ ഒരു പ്രേതഭൂമി പോലെ പിന്നീട് കുറേ കാലം ഇത് നിലകൊണ്ടു. 1890-ൽ നോർവേയുടെ ഭരണാധികാരികൾ ബെർഗൻഹൂസ് പുതുക്കിപ്പണിയുകയും വീണ്ടും ഇതൊരു സൈനിക താവളമാക്കുകയും ചെയ്തു. 2-ാം ലോകമഹായുദ്ധകാലത്ത് ബെർഗൻ പിടിച്ചെടുത്ത ജർമ്മനി അവരുടെ നാവികസേനയുടെ മേഖലാ ഹെഡ്ക്വാർട്ടേഴ്സാക്കി ബെർഗൻഹൂസ് കോട്ടയെ മാറ്റി. 800 വർഷത്തിന്റെ പഴക്കമുള്ള ഒരു കോട്ടയെ എത്ര വൃത്തിയിലും ഭംഗിയിലുമാണ് സംരക്ഷിക്കുന്നതെന്ന ചിന്തയോടെയാണ് ഞാൻ ഇതിൽ നിന്നും ഇറങ്ങുന്നത്. വീണ്ടും സ്ലോട്സ് ഗ്യാറ്റൺ തെരുവിലേക്ക്. മുന്നിൽ വാർഫും അതിൽ കപ്പലുകളും കാണാം. തെരുവ് സുന്ദരമാണ്. ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ പൂച്ചെടികളും പുൽത്തകിടിയും വളർത്തി സുന്ദരമാക്കിയിരിക്കുന്നു. ചുവന്ന പനിനീർ പുഷ്പരാജി. ഒരു ഉദ്യാന നഗരം തന്നെയാണ് ബെർഗൻ. പലയിടത്തും ഇങ്ങനെ ചരിത്രപുരുഷന്മാരുടെ പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു. നോർവീജിയൻ പ്രഭുവും ഫിഷറീസ് ഡയറക്ടറുമായിരുന്ന സിഗുഡ് അസേഴ്സന്റെ പ്രതിമയാണിത്. വീണ്ടും ഞാൻ ബ്രിഗൻ ഏരിയയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. നേരം 6 മണിയായി. പകൽ വെളിച്ചം മാഞ്ഞിട്ടില്ല. ബിയർ ഗാർഡനുകളിൽ ആളൊഴിഞ്ഞു കഴിഞ്ഞു. സന്ധ്യയാവുന്നതോടെ പട്ടണം കൊടും തണുപ്പിന്റെ പിടിയിലമരും. മഞ്ഞുകാലം എത്താറായിരിക്കുന്നു. വേനൽക്കാലത്ത് രാത്രി 9 മണിവരെയും വഴിയോര റെസ്റ്റോറന്റുകളും കടകളുമെല്ലാം തുറന്നിരിക്കുന്നതാണ് പതിവ്. എന്നാൽ വിന്റർ തുടങ്ങുന്നതോടെ സ്ഥിതി മാറും. 6 മണിയാവുമ്പോൾ തന്നെ തെരുവുകൾ വിജനമായി തുടങ്ങുന്നതാവും പിന്നത്തെ കാഴ്ച. ഉൾക്കടൽ ശാന്തമാണ്. എന്നാൽ വലിയ ചരിത്രത്തിന്റെ സാക്ഷിയാണിത്. എത്രയോ നാടുകളിൽ നിന്ന് പായ്ക്കപ്പലുകളിൽ വർത്തക സംഘങ്ങൾ ഈ ഉൾക്കടലിലൂടെ ബെർഗനിലേക്ക് കയറി വന്നിരിക്കുന്നു. അങ്ങനെ എത്തിയ പലരും നഗരത്തിൽ വാണിജ്യ കോളനികൾ തന്നെ സ്ഥാപിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബെർഗനെ ശവപ്പറമ്പാക്കാൻ പ്ലേഗിന്റെ അണുക്കൾ എത്തിയതും ഈ ഉൾക്കടലിലൂടെ വന്ന വാണിജ്യ കപ്പലുകളിലാണ്. ബെർഗനെ കൊള്ളയടിക്കാൻ കടൽ കൊള്ളക്കാരുടെ കപ്പലുകൾ നിരനിരയായി വന്നടുത്തിരുന്നതും ഇവിടെയാണ്. കൊള്ളമുതലുമായി അവർ നഗരം വിടുമ്പോൾ പിന്നിൽ ബെർഗന്റെ മരക്കെട്ടിടങ്ങളിൽ അഗ്നി പടരുകയായിരിക്കും. ഓരോ തവണയും കടൽ കൊള്ളക്കാർ നഗരത്തിന് തീവച്ചായിരുന്നു ഇവിടെ നിന്നും മടങ്ങിയിരുന്നത്. ബെർഗന്റെ ജീവിതം എന്നും കടലുമായി ബന്ധപ്പെട്ടായിരുന്നു. ഉണക്കമത്സ്യം നിറച്ച കപ്പലുകളുമായി മറ്റ് യൂറോപ്യൻ തീരങ്ങൾ തേടിപ്പോകുന്ന ബെർഗനിലെ കച്ചവടക്കാർ. കടലിൽ നിന്നുള്ള ആക്രമണം. ബെർഗന്റെ പ്രാധാന്യവും നിലനിൽപ്പുമെല്ലാം ഈ ഉൾക്കടൽ ഉള്ളതുകൊണ്ട് തന്നെ.
ഡൗൺ ടൗണിലേക്കാണ് ഞാൻ നടന്നെത്തുന്നത്. മനോഹരമായ ഒരു പ്രദേശം. സായന്തനം ചെലവഴിക്കാൻ യൂറോപ്പിൽ തന്നെ ഏറ്റവും സുന്ദരമായ ഇടം ഇതാണെന്ന് തോന്നിപ്പോകുന്നു. 13-ാം നൂറ്റാണ്ടിൽ നോർവേയിലെ തന്നെ ഏറ്റവും പ്രധാന നഗരമായിരുന്നു ഇത്. അക്കാലത്ത് രാജ്യത്തിന്റെ വാണിജ്യ ആസ്ഥാനവും ഈ ഉൾക്കടൽ തീരമായിരുന്നു. ചരിത്രമോർത്തുകൊണ്ട് ഉൾക്കടൽ തീരത്ത് ബെർഗന്റെ സന്ധ്യയിൽ ഞാൻ നിൽക്കുകയാണ്.